എല്ലാ പ്രവാസികളുടെയും പ്രശ്നമാണ് നാട്ടിലെത്തുമ്പോൾ ഒരു വരുമാനം ഇല്ലാതാകുന്നു എന്നുള്ളത് അല്ലേ. നാട്ടിലെത്തുമ്പോൾ നാട്ടിലേക്ക് പോകാൻ തന്നെ പലപ്പോഴും പലർക്കും പേടിയാണ്. ആരോഗ്യമില്ലായിരിക്കും, പക്ഷേ എന്നാലും കുഴപ്പമില്ല, കുറച്ച് നാളുകൂടി പ്രവാസിയായി കണ്ടിന്യൂ ചെയ്യാം എന്നാണ് ഒരു 55 വയസ്സുള്ള ഒരാൾ പോലും പലപ്പോഴും കരുതാറുള്ളത്. കാരണം നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ചിലവ് മീറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് സാധാരണക്കാരനായ ഓരോ പ്രവാസികൾക്കും ഉണ്ടാവാറുള്ളത് എന്നാണ് ഈ വീഡിയോയിലൂടെ പരിശോധന. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു 80% പ്രവാസികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്താണെന്നുള്ളതും ഇനി എങ്ങനെയായിരിക്കണം മറ്റൊരു പാറ്റേൺ സെറ്റ് ചെയ്യേണ്ടതെന്നുമാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2 എന്ന് 2 പാർട്ട് ഈ വീഡിയോയിൽ ഉണ്ടാകും. ആദ്യത്തെ പാർട്ടിൽ സാധാരണഗതിയിൽ എങ്ങനെയാണ് പ്രവാസികൾ ഇതുവരെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും അല്ല കേട്ടോ, ഒരു ഭൂരിപക്ഷം ആളുകളും ജീവിച്ചു പോകുന്നത് എന്നുള്ളതും, രണ്ടാമത്തെ പാർട്ട് 2-വിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം ഇനിയുള്ള പ്രവാസികൾ ജീവിക്കേണ്ടത് എന്നുള്ളതുമായിരിക്കും. അപ്പോൾ നമുക്ക് പാർട്ട് 1ലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് പാർട്ട് 1ലേക്ക് തന്നെ കിടക്കാം. ആദ്യം പാർട്ട് 1-ൽ നമുക്ക് 25 വയസ്സുള്ള ഒരു പ്രവാസി എടുക്കാം. 25 വയസ്സിൽ അദ്ദേഹം ഗൾഫിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവാസ ഭൂമിയിലേക്ക് എത്തുന്നു. അതിനുശേഷം എന്തൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. 25 വയസ്സിലെത്തി ഒരു 60,000 റുപ്പീസൊക്കെ വരുമാനം ഉണ്ടെന്നിരിക്കട്ടെ. അതായത് ഒരു ആവറേജ്, ഒരു ശരാശരി പ്രവാസിയാണ്. ഇനിയിപ്പോൾ ആദ്യം ചെയ്യുന്ന എന്തായിരിക്കും, അദ്ദേഹം മിക്ക ആളുകളും ചെയ്യുന്നത് എന്തായാലും ഒന്ന് ഗൾഫിലെത്തി കുഴപ്പമില്ലാത്ത സാലറിയൊക്കെ ആയി എന്തെങ്കിലും കടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒരു വർഷം കൊണ്ടൊക്കെ തീർക്കാൻ പരമാവധി ശ്രമിക്കും. അതിനുശേഷം വീട്ടിൽ നിന്നുള്ള നിർബന്ധപ്രകാരമായിരിക്കും മിക്കവാറും എല്ലാവരും ചെയ്യുക, വീട് വെക്കുക എന്നുള്ളതായിരിക്കും. ഏത് ടൈപ്പ് വീട് വേണമെന്ന് ചോദിക്കുന്നു. വീട് നല്ല വീടായിരിക്കണം. ബെഡ്റൂം ഒന്ന് പോരല്ലേ, രണ്ടു തന്നെ ആയിക്കോട്ടെ. പിന്നെ അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാൻ നല്ലൊരു ഹാള് അത് വേണം. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആവണം. വീട് വെക്കുന്നത് കുഴപ്പമുള്ള കാര്യമല്ല, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ വീട് വെക്കാം. അപ്പോൾ സാധാരണക്കാരനായിട്ടൊരു പ്രവാസി ചെയ്യുന്ന എന്തായിരിക്കും, ഒരു 3-4 ലക്ഷമൊക്കെ ചിലപ്പോൾ പേരൻസോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷോ ഒക്കെ ഒരു ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കും. ബാക്കി ഒരു ഹോം ലോണിന് ആശ്രയിക്കേണ്ടി വരും. ഒരു ഹോം ലോൺ എന്നൊക്കെ പറയുമ്പോൾ മിനിമം ഒരു 40 lakh റുപ്പീസൊക്കെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് പോലുമുള്ള ഒരു ചെറിയ ശരാശരി വീടിന് പോലും നമ്മൾ ചിലവാക്കുന്ന എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു 3-4 ലക്ഷം രൂപയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും നമുക്കൊരു 20 വർഷത്തെ പീരീഡിന് നമ്മളൊരു 40 ലക്ഷം രൂപ ലോൺ എടുത്താൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 7.9% വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും നമുക്കൊരു 33,209 നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ 25 ഇയർ ആണ് നമ്മുടെ ലോൺ പീരീഡ് എങ്കിൽ നമുക്കൊരു 30,608 എങ്കിലും ഏറ്റവും കുറഞ്ഞത് ലോൺ എമൗണ്ടായിട്ട് അടയ്ക്കേണ്ടി വരുന്നു. അതായത് 60,000 രൂപ വരുമാനമുള്ള 60,000 മൈനസ് 30,000 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 25 വർഷത്തേക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ 50ാമത്തെ വയസ്സ് വരെ അദ്ദേഹം ലോൺ അടച്ചാൽ പോലും ഒരു മാസം 30,000 രൂപ അദ്ദേഹം മാറ്റിവെക്കണം. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അദ്ദേഹം പ്രവാസിയാണ്, അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ചിലവുകളുണ്ടാവും. അത് ഏറ്റവും കുറഞ്ഞ ഒരു 15,000 റുപ്പീസിലൊക്കെ എത്തും ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ. പിന്നീടുള്ള ഒരു 15,000 റുപ്പീസാണ് അദ്ദേഹത്തിൻ്റെ ബാലൻസ്. അതായത് നാട്ടിൽ പേരൻസ് ഉണ്ടാവും, ചിലപ്പോൾ ബ്രദറും സിസ്റ്ററും ഒക്കെ ഉണ്ടാവാം. അതിനുശേഷം ഇനിയിപ്പോൾ കല്യാണം കഴിച്ചതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റു ചിലവുകളും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇനിയുള്ള ഈ വലിയ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ 15,000 റുപ്പീസ് വെച്ചിട്ട് അദ്ദേഹത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നോക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോഴാണ് പലപ്പോഴും നമ്മൾ കടം വാങ്ങേണ്ടി വരുന്നതും അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ടി വരുന്നതും ഒക്കെ ഇങ്ങനെയുള്ള സമയത്താണ്. അതായത് നമ്മുടെ വരുമാനം എത്രയാണെന്നോ ഫ്യൂച്ചറിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ എനിക്കിപ്പോൾ ഇത്ര കിട്ടുന്നുണ്ട്, എന്നാൽ പിന്നെ ലോൺ എടുത്തേക്കാം, വീട് വെച്ചേക്കാം. വീട് വെച്ച് കഴിയുമ്പോൾ നാട്ടുകാരൊക്കെ എൻ്റെ വീട് കാണും, ബന്ധുക്കൾ വീട് കാണും. അപ്പോൾ അവരൊക്കെ വിചാരിക്കും ഞാൻ സെറ്റിലായി, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്ന്. ഇത് പലപ്പോഴും പ്രവാസിയുടെ ഒരു കുഴപ്പമല്ല. ഇത് പലപ്പോഴും വരുന്നത്, ഇങ്ങനെയുള്ള തോട്ട്സ് വരുന്നത് തന്നെ നാട്ടിൽ നിന്നുമുള്ള പ്രഷർ കാരണമാണ്. പലപ്പോഴും വീട് ഇല്ലെങ്കിൽ ഒരു വീട് വെക്കേണ്ട കുഴപ്പമില്ല, പക്ഷേ വീട് ഈ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇയാൾക്ക്, ഇദ്ദേഹത്തിന് വീടുണ്ടെന്നിരിക്കട്ടെ, ഒരു 2-3 റൂമൊക്കെയുള്ള ഒരു പഴയ വീടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് എന്ന് തന്നെ കരുതണം കേട്ടോ. എന്നാലേ അർത്ഥമുള്ളൂ. കാരണം പാർട്ട് 2ലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യമാണ് സംസാരിക്കാറ്. അങ്ങനെ അദ്ദേഹം നമ്മൾ വീട് വെച്ചു, 15,000 രൂപയുടെ ബാലൻസ്. അങ്ങനെ അദ്ദേഹം ഒരു 2-3 വർഷം കഴിയുമ്പോൾ കല്യാണം കഴിക്കുന്നു. എനിക്ക് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലാത്ത ആളാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകും. പക്ഷേ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടി വരും, കുട്ടിയുടെ എക്സ്പെൻസ് അല്ലേ. കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഇന്നത്തെ കാലത്ത് സ്കൂളിൽ വിടാൻ പോലും വലിയൊരു എക്സ്പെൻസ് വരും. അപ്പം ഇതൊന്നും മീറ്റ് ചെയ്യാൻ ഈ സാധാരണക്കാരനായ പ്രവാസിയെ കൊണ്ട് സാധിക്കാതെ പോകും. കുറേ വർഷം കഴിഞ്ഞ് നമ്മുടെ ഈ ലോൺ പീരീഡ് എന്ന് പറഞ്ഞാൽ 25 ഇയർ ആണ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ അതിന് 50 വയസ്സായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം, കല്യാണം തുടങ്ങിയ കാര്യം. അപ്പോൾ ഇതൊന്നും മീറ്റ് ചെയ്യാനോ അതിനുവേണ്ടി 1 രൂപ മാറ്റിവെക്കാനോ ഒന്നും
ഈ സാധാരണക്കാരനായ ഒരു പ്രവാസിയെ കൊണ്ട് സാധിക്കാതെ പോകും. അപ്പോഴാണ് നമുക്ക് കുത്തുവാക്കുകൾ കേൾക്കുന്നത്, നീ 10-20 വർഷമായിട്ട് 25 വർഷമായിട്ട് ഗൾഫിൽ പോയിട്ട് നീ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ, നമ്മുടെ വീടിനടുത്തുള്ള അദ്ദേഹത്തിനെ കണ്ടില്ല, അവൻ വീട് വെച്ചു, കാറ് വാങ്ങിച്ചു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കി നടത്തി, അവൻ്റെ മക്കളെ പഠിപ്പിച്ചു, ഇത്ര കോടി രൂപയുടെ മറ്റ് പ്രോപ്പർട്ടികൾ വാങ്ങിച്ചു, അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇത്രയും രൂപ അവൻ ഡിപ്പോസിറ്റ് ചെയ്തു, അവർക്ക് ഇത്ര രൂപ പെൻഷനും വരുന്നുണ്ട്, നീ എന്ത് ചെയ്തു എന്നുള്ള സ്വാഭാവികമായ ചോദ്യങ്ങൾ ഈ പാർട്ട് 1 പ്രവാസി നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇതല്ലായിരുന്നു ഇത് ജീവിക്കേണ്ടത്, ഇങ്ങനെയല്ലായിരുന്നു, ഞാൻ എൻ്റെ കാര്യം നോക്കിയില്ല എന്ന് ആ സമയത്ത് പലപ്പോഴും പലരും പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പാർട്ട് 1 നമ്മൾ പറഞ്ഞ പ്രവാസി ഇനിയിപ്പോൾ 50-ാമത്തെ വയസ്സിലോ 55-ാമത്തെ വയസ്സിലോ ഒക്കെ നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും വീട് വെച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ആകെപ്പാടെ ഒരുപക്ഷെ ചെയ്യാൻ സാധിച്ചത് ഈ വീട് വെക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. ഈ 55 വയസ്സ് നാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇനി എന്നെ മക്കൾ നോക്കുമെന്ന പ്രതീക്ഷയിലായിരിക്കും പലരും പോകുന്നത്. അവിടെയാണ് പലപ്പോഴും കുടുംബത്തിൽ വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുള്ളത്. മക്കളുടെ കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് നോക്കാനുള്ള ഇൻകം ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം ഒരുപക്ഷെ ഫാദർ വരുന്നതെങ്കിൽ അവർക്ക് വലിയ ബാധ്യതയായിട്ട് മാറും. അപ്പോൾ നാട്ടിലെത്തിയാലും ജീവിക്കാനുള്ള ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ നിക്ഷേപമെങ്കിലും ഇല്ലാതെ നാട്ടിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരും. ഭൂരിഭാഗം പ്രവാസികളും നേരിട്ട് പോകുന്നതും ഇത് തന്നെയാണ്. ഇതേ പ്രവാസി തന്നെ നമുക്കൊരു മൈൻഡ് സെറ്റ് മറ്റൊന്നാണെങ്കിൽ അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്ന് നോക്കാം. പാർട്ട് 2 പ്രവാസി കുറച്ചുകൂടി ബോൾഡായിട്ടൊരു മനുഷ്യനാണെന്നും ജീവിതത്തെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണെന്നും നമുക്ക് വിചാരിക്കാം. അപ്പോൾ പാർട്ട് 2 പ്രവാസിയോടും വീട്ടിൽ നിന്ന് പറയുന്നു, 25 വയസ്സുണ്ട് അദ്ദേഹത്തിന് ഇപ്പം, അപ്പോൾ ജോലി കിട്ടി. അങ്ങനെ വീട്ടിൽ നിന്ന് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ നമ്മുടെ വീട് പഴയ വീടല്ലേ, നമ്മുടെ വീട്ടിലെ നാട്ടിലൊക്കെ എല്ലാവരും പുതിയ വീട് വെച്ചു, നമുക്കും പുതിയ വീട് വെക്കാം എന്നുള്ള പ്രഷർ വരുന്നു. അപ്പോൾ ഈ പാർട്ട് 2 പ്രവാസി പറയുന്നു, അതിനുള്ള വരുമാനം എനിക്കില്ല, എനിക്ക് ഇത്ര മാത്രമേ സാലറി ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ നാട്ടുകാരെ കാണിക്കുക എന്നുള്ളത് പ്രയോറിറ്റി എനിക്കില്ല, വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വീടൊന്ന് കൂടി വൃത്തിയാക്കിയെടുക്കാം, അതിനുവേണ്ടി ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ നേരത്തെ പ്രവാസി പാർട്ട് 1 അതേ എമൗണ്ട് ഒരു 4 lakhs ഡൗൺ പേയ്മെൻ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നു. ബാക്കി ഒരു 10 lakhs വേറെ നിവൃത്തിയൊന്നുമില്ല. അദ്ദേഹം ലോൺ എടുത്തു തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 10 ലക്ഷം രൂപയാണ് അദ്ദേഹം റിനോവേഷൻ ചെയ്യാൻ വേണ്ടി എടുത്തെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ലോൺ എമൗണ്ട് വരുന്നത് 12,000 rupees മാത്രമാണ്. അതായത് നേരത്തെ പറഞ്ഞ അതായത് 10 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഈ ലോൺ എമൗണ്ട് തീർക്കാൻ പറ്റുന്ന രീതിയിൽ പ്ലാൻ ചെയ്താൽ 12,000 rupees, അത് 20 വർഷമൊക്കെ ആണെങ്കിൽ വെറും 7,000 rupees ലോൺ എമൗണ്ട് ആവുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നു എനിക്ക് 35 വയസ്സാകുമ്പോഴത്തേൻ്റെ ലോൺ തീരണം എന്ന് കരുതി അദ്ദേഹം 12,000 rupees ലോൺ എമൗണ്ടായിട്ട് എല്ലാ മാസവും അടയ്ക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം 10-15 ലക്ഷം രൂപ മുടക്കി വീട് വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും വീടിന് വേണ്ടി ചെയ്തു. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമ്മുടെ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയാൽ തന്നെ വലിയ മാറ്റം നമുക്ക് ഇനിയുള്ള ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ലോൺ എടുത്തു വീട് വെച്ചു എന്ന് കരുതി അടങ്ങിയിരിക്കാതെ അദ്ദേഹത്തിന് ഇൻകം കൂട്ടാനുള്ള ശ്രമം കൂടി നടത്തണം. പാർട്ട് 1 തുടങ്ങിയ കാലം മുതൽ ഒരേ കമ്പനിയിൽ ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് 2 പ്രവാസി ചെയ്തത് അതിന് ഇൻകം കൂട്ടാനും ജോബ് ചേഞ്ച് ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ വേണ്ടി മനസ്സുള്ള ഒരു പ്രവാസിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻകവും ഓരോ 2-3 വർഷം കൂടുമ്പോൾ അതിന് കൂട്ടിയെടുക്കാൻ അദ്ദേഹത്തിനോട് സാധിച്ചു. അങ്ങനെ ലോൺ എമൗണ്ട് ഒക്കെ പോയാൽ പോലും അദ്ദേഹത്തിന് വീണ്ടും ലോൺ എമൗണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവാസ മേഖലയിലെ ചിലവ് കഴിഞ്ഞപ്പോഴും വീണ്ടും 33,000 ബാലൻസ് ഉണ്ട്. അദ്ദേഹം ബാക്കി 15,000 വീട്ടിലേക്ക് കൊടുക്കുന്നു. ബാക്കി ഒരു 10 to 15 അത് ഡിപ്പെൻസ് ആണ്, ഓരോരുത്തർക്കും മാറ്റിവെക്കാൻ പറ്റുന്ന എമൗണ്ട് അനുസരിച്ചിട്ട് അത് അദ്ദേഹം SIP ആയിട്ടോ മറ്റേതെങ്കിലും നിക്ഷേപമായിട്ടോ ഈവൻ ബാങ്കിലെങ്കിലും RD ഇടാൻ പറ്റിയാൽ പോലും അത് മാറ്റിവെക്കുന്നു. SIP ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 15 year കൊണ്ട് ഒരു 20 year കഴിയുമ്പോൾ തന്നെ അതൊരു 1.5 കോടി രൂപയ്ക്ക് അടുത്തായിട്ടുണ്ടാവും, 1.5 year. അതിനോടൊപ്പം SIP മാറ്റിവെക്കുന്നു. അതിനോടൊപ്പം അദ്ദേഹം ഹെൽത്ത് ഇൻഷുറൻസ് വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പേരൻസിനും വൈഫിനും ഒക്കെ വേണ്ടിയിട്ടും അദ്ദേഹം ഹെൽത്ത് ഇൻഷുറൻസും മാറ്റിവെച്ചു. അതിനൊരു പെർ മന്ത് 2,000 rupees മാറ്റിവെക്കേണ്ടതായിട്ട് വന്നേക്കാം, ഏറ്റവും കൂടിപ്പോയാൽ അത്രയൊക്കെ തന്നെ ആവുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് അദ്ദേഹം ഒരു എമർജൻസി ഫണ്ടൂടെ അദ്ദേഹത്തിന് ഒരു 2 ലക്ഷം രൂപയും കൂടെ അദ്ദേഹം കുറച്ചൊക്കെ സേവ് ചെയ്ത് മാറ്റിവെക്കാൻ സാധിച്ചെങ്കിൽ തന്നെ ഇവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ബേസ് കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ടുണ്ട്. ഇനിയും അദ്ദേഹം പതിയെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യാൻ ഓരോ വർഷവും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുത്ത് ഇൻകം കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ തന്നെ വലിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ 15,000 ഓൾമോസ്റ്റ് ഒരു 20 year കഴിയുമ്പോൾ തന്നെ അതൊരു 1.5 കോടി രൂപയ്ക്ക് അടുത്തായിട്ടുണ്ടാവും, 1.5 year.
അതായത് 25 വയസ്സിൽ പ്രവാസിയായിട്ടുള്ള ആൾ 45 വയസ്സിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ റിട്ടയർമെൻറ്റ് പോലും ആകാൻ പറ്റും. ഈ 1.5 കോടി ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വെച്ചെങ്കിലും ഏറ്റവും കുറഞ്ഞത് മാസ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ബാക്കി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ പ്രവാസി ഒരു വീട് വെച്ച് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പോയിലായി പോയ കാഴ്ച നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും പലരും ചെയ്യുന്നത് ഈ വീടിൻ്റെ കൂടെ ഒരു കാറൂടെ പറ്റുമെങ്കിൽ വാങ്ങിച്ചിടും, അതിനും കൂടി ലോൺ കൊടുക്കും, ബാങ്കിനെ സഹായിക്കും അല്ലേ. പക്ഷേ രണ്ടാമത്തെ ആൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള പ്രഷർ അല്ല, അദ്ദേഹത്തിൻ്റെ ഡിസിഷന് തന്നെ മുൻതൂക്കം കൊടുത്തു. അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ നിക്ഷേപം ആരംഭിച്ചു, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, എമർജൻസി ഫണ്ട് മാറ്റിവെച്ചു. എല്ലാം ഈ 2 പേർക്കും ഒരേ സാലറി ആയിരുന്നിട്ട് പോലും മൈൻഡിലുള്ള ഡിഫറൻസ് കാരണം 2 പേരും 2 തട്ടിലേക്ക് 45 വയസ്സാകുമ്പോൾ എത്തിക്കുന്നു. മറ്റേ ആൾ വലിയ കടക്കാരനാവുകയും ഒരു കാര്യവും ചെയ്യാതെ ജീവിതത്തിൽ പരാജയപ്പെട്ടപ്പോൾ രണ്ടാമത്തെ പ്രവാസി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യുകയും ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്തു. ഇനിയുള്ള കാലം വളരെ സുഖമായിട്ട് ജീവിക്കാനും സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ പാർട്ട് 2-ൽ പറഞ്ഞ പ്രവാസിയെ പോലെ ആയാൽ മാത്രമേ ഇനിയുള്ള കാലം നമ്മൾ ഈ ഗൾഫിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ യൂറോപ്പിൽ പോയതുകൊണ്ടൊക്കെ പ്രയോജനമുള്ളൂ. അല്ലാതെ വെറുതെ വീട് വെക്കാൻ വേണ്ടിയും കാറ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം പ്രവാസിയാവാതെ ജീവിതത്തിൻ്റെ മറ്റ് ലക്ഷ്യങ്ങളുണ്ടെന്നും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോള് ഒരു പ്രവാസിയാകുമ്പോൾ സ്വന്തം റിട്ടയർമെൻറ്റ്, സ്വന്തം കാര്യം തന്നെ ആവണം. 2 വീടല്ല, 2 വേണ്ടത് കുട്ടികളുടെ വിദ്യാഭ്യാസമായിരിക്കണം. എഡ്യൂക്കേഷൻ, നല്ല വിദ്യാഭ്യാസം കൊടുത്ത അടുത്ത ജനറേഷനെങ്കിലും നല്ല രീതിയിൽ പോകാൻ സാധിക്കും. 3, 4, 5 ഒക്കെ ആയിരിക്കണം വീടും കാറും പോലെയുള്ള കാര്യങ്ങൾ. അതൊരു പ്രയോറിറ്ററി പോലുമല്ല, അത് മാറ്റിവെക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാർട്ട് 1-ലെ പ്രവാസിയെ പോലെ ആകാതിരിക്കാൻ എല്ലാ പ്രവാസി സുഹൃത്തുക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഷുറൻസും തുടങ്ങിയ കാര്യങ്ങൾക്കായി താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.